What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Karan channel. വളരെ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ആ ഞാൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് വേണം ഞാൻ ഈ വീഡിയോ പറയാൻ വേണ്ടിയായിട്ട്. കാരണം ഐ ഹാഡ് എൻ ഓപ്പർച്യൂണിറ്റി, എ പ്ലഷർ ടു ഇന്റർവ്യൂ എ ഫോമർ ചെൽസി പ്ലെയർ. ഞാനത് ഓൾറെഡി 2-3 ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഇതാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ. ഒരു ഫോർമൽ ചെൽസി പ്ലെയറിനെ ഇന്റർവ്യൂ. നൗ ഫോർമൽ ചെൽസി പ്ലെയർ എന്ന് പറയുമ്പോൾ ഹി പ്ലേഡ് ഫോർ ചെൽസി ഇൻ ദി 80s. പക്ഷെ അത് മാത്രമല്ല, ദ ഫസ്റ്റ് ബ്ലാക്ക് പ്ലെയർ ടു റെപ്രസെന്റ് ചെൽസി. ഒരു 18-19 വയസ്സിൽ പുള്ളിക്കാരൻ ചെൽസി ഫുട്ബോൾ ക്ലബിന്റെ ഒരു അംഗമാവുകയാണ്, ഫസ്റ്റ് ടീമിൽ കയറുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഇന്റർവ്യൂ ചെയ്തു. ഞാൻ തുടക്കം ഞാൻ ഈ ഇന്റർവ്യൂ എനിക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്ലെയറിനെ ഇന്റർവ്യൂ ചെയ്യണു എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പൊ ചെയ്തത്. പക്ഷെ അദ്ദേഹമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തായിട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് സമയത്തും കുറെ കാര്യങ്ങൾ എനിക്ക് ഒരു ഒരു മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടി എന്നുള്ളതാണ്. ഒന്ന്, ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. നമുക്കൊരു റോമൻ അബ്രാമോവിച്ച് ചെൽസി ഫുട്ബോൾ ക്ലബ്ബാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പ്രീ റോമൻ അബ്രാമോവിച്ചിന്റെ ചെറിയൊരു ഗ്ലിംസ്, 80-ലെ കാലഘട്ടം, ഫുട്ബോൾ കാലഘട്ടത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച. അന്നത്തെ ഒരു കറുത്ത വർഗ്ഗക്കാരന്റെ ഒരു കൊച്ചായി ജനിക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന റേസിസവും ചാലഞ്ചസും. അപ്പൊ ഞാനത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്നൊക്കെ നമ്മൾ ചില സമയത്ത് കേൾക്കുന്നതൊന്നും റേസിസം ആണോ എന്ന് തന്നെ ചോദിച്ചു. കാരണം അദ്ദേഹം അന്ന് കേട്ടത് എന്തായിരുന്നു എന്നുള്ളത് കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കിളി പോയത്. ആൻഡ് ഇറ്റ് വാസ് ആൻ അബ്സല്യൂട്ട് പ്ലഷർ ടു ഇന്റർവ്യൂ. ആൻഡ് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ ദ ഫസ്റ്റ് ടൈം എവർ, എനിക്ക് തോന്നുന്നില്ല ഇതുവരെ മലയാളത്തിൽ ആരും ചെയ്തിട്ടുണ്ടാവുന്നുള്ളത്, ചെൽസിക്കാരനും ഈ പോൾ കാനേഴ്സിന്റെ ഫൗണ്ടേഷനും, അതായത് അദ്ദേഹം UK ബേസ്ഡ് ആണ്, അവർ ഫൗണ്ടേഷനും തമ്മിൽ നമ്മളൊരു ചാരിറ്റി ഇവന്റ് നടത്തുന്നുണ്ട്. സംഭവം വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഫണ്ട് റേസിംഗ് നടത്തുകയാണ് അവരുടെ ഫൗണ്ടേഷന് വേണ്ടിയിട്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ റേസസിനും കാര്യത്തിനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം. അപ്പൊ അദ്ദേഹം നമ്മളെ റീച്ച് ഔട്ട് ചെയ്തു. ആൻഡ് നമ്മൾ അവരായിട്ട് കൊളാബ് ചെയ്യാണ്, വിച്ച് ഇസ് ഇൻക്രെഡിബിൾ. അതായത് നമ്മൾ എവിടെ കിടക്കുന്നു, ചെൽസിക്കാരൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചാനൽ, കേരളത്തിൽ കിടക്കുന്ന ഒരു ചാനൽ, UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ. ആൻഡ് ഇവർക്ക് നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ട്. ഈ പറയുന്ന പോലെ ചെൽസിയുടെ ഉള്ളിലും അത്യാവശ്യം നല്ല റീച്ച് ഉള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഇവരായിട്ടൊരു ചാരിറ്റി ഇവന്റ് അതെങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ പ്രേക്ഷകരുടെ വക. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ മാത്രമായി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ കുറച്ച് കണക്കിലെടുക്കണം എന്നുള്ളത്. അപ്പൊ അവർ പറഞ്ഞു, അതായത് അവർക്ക് അറിയാം. അപ്പൊ ആദ്യമൊക്കെ അവര് മറ്റേ UK-ലും US-ലൊക്കെ നടത്തിയത് $50 $50 ഒക്കെ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഓൾ ദ ബെസ്റ്റ്, നമ്മുടെ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു ഞാനത്. അദ്ദേഹം പറഞ്ഞു നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് ചെയ്യാം. അത് മാത്രമല്ല, ഈ പങ്കെടുക്കുന്നവരിൽ നിന്ന് നമ്മൾ ലക്കി ഡ്രോ ചൂസ് ചെയ്ത് അവർക്കും നമ്മളൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാം എന്നുള്ളതും അവർ പറഞ്ഞു, വിച്ച് ഇസ് ഫൈൻ, ഫെയർ എനഫ്. കാരണം ഞാനൊരു ചാരിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ നിന്നൊരു ലക്കി ഡ്രോ, ആ ലക്കി ഡ്രോയിൽ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് അടിപൊളി. ഗിഫ്റ്റ് ഇസ് ഫാസിനേറ്റിംഗ്. കാരണം ഏറ്റവും ലക്കി ഡ്രോ കിട്ടുന്ന ആൾക്ക് പോൾ കാനേഴ്സ് അദ്ദേഹം കളിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സൈൻഡ് ജേഴ്സിയാണ്. നൗ 80 കാലഘട്ടത്തിലെ ഒരു ജേഴ്സി, നിങ്ങൾ ഈ റെട്രോയിലൊക്കെ ജേഴ്സിയിൽ പ്രാന്തമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഇത് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രെയിം ചെയ്തിട്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് യുണീക്ക്. അതായത് നമ്മൾ പഴയ കാലഘട്ടത്തെ ഒരു മെർസിഡീസ് ബെൻസ് അല്ലെങ്കിൽ റോൾസ് റോയ്സ് മേടിച്ച് വീടിന്റെ മുമ്പിൽ ഇങ്ങനെ വെക്കുന്ന പോലെ ഒരു ഫീലാണ്. കാരണം ഒരു ജേഴ്സി വേറെ എവിടെ നിന്നും കിട്ടില്ല. അതും സൈൻഡ് ആയിട്ടുള്ള ഒരു ജേഴ്സി കിട്ടുക എന്ന് പറയുന്നത് വെരി വെരി റയർ. അപ്പൊ ഈ ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് കിട്ടുകയാണ്. മറ്റേതൊക്കെ UK-ലും US-ലും ഉള്ളവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത് നമുക്ക് മലയാളികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെ. മലയാളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടത്തെ മലയാളിയും ആവാം, നിങ്ങൾ കേരളത്തിൽ തന്നെ ആവണമെന്നില്ല, ലോകമെമ്പാടുമുള്ള ഏതൊരു മലയാളിക്കും ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പോ ഇതില് നമ്മൾ ഒരു മിനിമം നമ്പർ ഓഫ് ടിക്കറ്റ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ടിക്കറ്റിന് ഇത്രയും വില, മിനിമം നമ്പർ ഓഫ് ടിക്കറ്റ്സ് മേടിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ലക്കി ഡ്രോയിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മറ്റേ നേരെ മറിച്ച് ഒരു ടിക്കറ്റ് മാത്രം മേടിക്കുകയാണെങ്കിൽ അത് ചാരിറ്റിയിലേക്ക് പോകും. ഇത്രയും മിനിമം ടിക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലക്കി ഡ്രോയിലേക്ക്. അപ്പൊ ഒരു ടിക്കറ്റിന്റെ വില 120 രൂപയാണ്, നമ്മുടെ നാട്ടിലെ 120 രൂപ. എത്ര മിനിമം ടിക്കറ്റ് വേണം എന്നുള്ളതിന്റെ ഇപ്പോഴും ഒരു ചെറിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൺഫർമേഷൻ ഞാൻ പ്രീ മാച്ചിൽ, ബാർസലോണയായിട്ടുള്ള പ്രീ മാച്ചിൽ ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മറ്റേ കോൺടെസ്റ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ മിനിമം നമ്പർ മേടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് മാത്രം മേടിച്ച് ചാരിറ്റി. ഞാൻ ഇത് കംപ്ലീറ്റ്ലി ചാരിറ്റിയിലേക്കാണ് പോകുന്നത്. ചെൽസിക്കാരൻ ഇതിനകത്തുനിന്ന് 10 പൈസ ഈടാക്കുന്നില്ല, നത്തിങ് ഡൂയിങ്, ഗോസ് കംപ്ലീറ്റ്ലി ടു ചാരിറ്റി. ബട്ട് എല്ലാത്തിനും ഉപരി ഇതൊരു ഓപ്പർച്യൂണിറ്റി ചെൽസിക്കാരന് കിട്ടുക എന്നുള്ളത്. അപ്പൊ എന്റെ ഒരു അപേക്ഷ പ്രേക്ഷകരോട്, കാരണം ഇങ്ങനൊരു അവസരം പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്കും മലയാളം സംസാരിക്കുന്ന ലോകമെമ്പാടുമുള്ളവർക്കും ഒരു ഈ പറയുന്ന പോലെ ചാരിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഇദ്ദേഹമായിട്ട് ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുക, ഇവിടെ നിന്ന് ലിങ്കപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു അവസരമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട്
ഇൻഫാക്ട് നിങ്ങൾ മാത്രമല്ല, ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാനും ഈ പറയുന്ന പോലെ റാഫൽ ടിക്കറ്റിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിന് ഉപരിയായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിലേക്ക് വരാം. പോൾ കാനസാരിലും ഇന്റർവ്യൂ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടതായിരിക്കും. എനിവേ, ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസിക്കാരൻ.